കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഏറ്റവും പുതിയ ജോബ് വേക്കൻസീസിനെ പറ്റിയിട്ടാണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ക്വാളിഫിക്കേഷൻ എന്താണ്, എങ്ങനെ അപ്ലൈ ചെയ്യാം, വെബ്സൈറ്റിൽ എങ്ങനെ ലോഗിൻ ചെയ്യാം തുടങ്ങിയ വിവരങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട എന്നുള്ളതാണ്. സോ നമുക്ക് ഓരോ വേക്കൻസി ആയിട്ട് നോക്കാം. ഇതിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ക്വാളിഫിക്കേഷൻ എന്താണ്, അപേക്ഷാ ഫീസ് എത്രയാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, പ്രായപരിധി എത്ര വരുന്നു, എത്ര ഒഴിവുകളാണുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ടും പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വേക്കൻസി എന്ന് പറയുന്നത് മദ്ദളം പ്ലെയർ. ക്ഷേത്രത്തിൽ മദ്ദളം പ്ലെയറിനുള്ള തസ്തികയാണ്. നിലവിൽ ഒരൊഴിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 038/2025. ശമ്പള സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 രൂപ വരെ. യോഗ്യത: മലയാളം എഴുതാനും വായിക്കാനുമുള്ള കഴിവ്, ബന്ധപ്പെട്ട കലയിൽ 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം. ഇത് ഒരു ടെസ്റ്റ് വഴി വിലയിരുത്തപ്പെടുന്നതായിരിക്കും. ഒരൊഴിവാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 20 മുതൽ 36 വയസ്സ് വരെയാണ്. പരീക്ഷാ ഫീസ് ജനറലിന് 300 രൂപയും SC/ST കാറ്റഗറിക്ക് 150 രൂപയും OBC ജനറൽ EWS കാറ്റഗറിക്ക് 300 രൂപ വീതവുമാണ്. അടുത്ത പോസ്റ്റാണ് ഡ്രൈവർ ഗ്രേഡ് 2. ഈ ഗ്രേഡ് 2ലേക്ക് 4 ഒഴിവുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 037/2025 ശമ്പള സ്കെയിൽ വരുന്നത് 25,100 മുതൽ 57,900 രൂപ വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. സാധുവായ LMB ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. 3 വർഷത്തിൽ കുറയാത്ത ഡ്രൈവിംഗ് പരിചയവും വേണം. ഇവിടെയും പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. പരീക്ഷാ ഫീസ് ജനറൽ OBC EWS കാറ്റഗറിക്ക് 300 രൂപയും SC/ST കാറ്റഗറിക്ക് 150 രൂപയുമാണ്. അടുത്ത പോസ്റ്റാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഏതൊരു തസ്തിക ആയാലും ഈ ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്ര ആചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ 036/2025. ശമ്പള സ്കെയിൽ വരുന്നത് 31,100 മുതൽ 66,800 രൂപ വരെയാണ്. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച് മറ്റേതെങ്കിലും തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ മുംബൈയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള സാനിറ്ററി ഇൻസ്പെക്ടർ പരിശീലന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം ആവശ്യമാണ്. 3 ഒഴിവുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രായപരിധി 18 മുതൽ 36 വരെയാണ്. പരീക്ഷാ ഫീസ് 300 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്. SC/ST കാറ്റഗറിക്ക് 150 രൂപയാണ് വരുന്നത്. അടുത്ത തസ്തികയാണ് KG ടീച്ചർ. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള KG ടീച്ചർ ഒഴിവ്. കാറ്റഗറി നമ്പർ 035/2025. ശമ്പള സ്കെയിൽ വരുന്നത് 35,600 മുതൽ 75,400 രൂപ വരെയാണ്. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണം. പ്രായപരിധി 20 മുതൽ 40 വയസ്സ് വരെയാണ്. ശമ്പള സ്കെയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 35,600 മുതൽ 75,400 വരെയാണ്. പരീക്ഷാ ഫീസ് വരുന്നത് 500 രൂപയാണ് ജനറൽ OBC EWS കാറ്റഗറിക്ക്. SC/ST കാറ്റഗറിക്ക് 250 രൂപയാണ് വരുന്നത്. അടുത്ത തസ്തികയാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് LD ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇവിടെ ഒരൊഴിവിലേക്കാണ് നിയമിക്കപ്പെടുന്നത്. 034/2025 നമ്മുടെ കാറ്റഗറി നമ്പർ. ശമ്പള സ്കെയിൽ 26,500 മുതൽ 60,700 രൂപ വരെയാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. പരീക്ഷാ ഫീസും തുകയും അടയ്ക്കേണ്ട രീതി: പരീക്ഷാ ഫീസ് 500 രൂപയാണ്. SC/ST കാറ്റഗറിക്ക് 250 രൂപയും ജനറൽ EWS OBC കാറ്റഗറിക്ക് 500 രൂപയുമാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തുക അടയ്ക്കാവുന്നതാണ്. അടുത്ത ഒഴിവാണ് ലാബ് അറ്റൻഡർ. ലാബ് അറ്റൻഡർ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് തന്നെയാണ് നമ്മുടെ ഒഴിവ് വന്നിരിക്കുന്നത്. ഒരൊഴിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 033/2025. തസ്തികയുടെ പേര് ലാബ് അറ്റൻഡർ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശമ്പള സ്കെയിൽ വരുന്നത് 23,000 മുതൽ 50,200 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം.
പ്രായപരിധി 18-നും 36-നും ഇടയിൽ. പരീക്ഷ ഫീസ് വരുന്നത് 400 രൂപയാണ് ജനറൽ OBC EWS കാറ്റഗറിക്ക്. SC/ST കാറ്റഗറിക്ക് 200 രൂപ. എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ പറയുന്നുണ്ട്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗുരുവായൂർ ദേവസ്വത്തിൽ അടുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഒഴിവാണ് സ്വീപ്പർ. ഇവിടെ 2 ഒഴിവുകളാണുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് വരുന്നത്. നമ്മുടെ ശമ്പള സ്കെയിൽ വരുന്നത് 23,000 രൂപ മുതൽ 50,200 രൂപ വരെയാണ്. യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ആവശ്യമാണ്. പ്രായപരിധി 18 മുതൽ 36 രൂപ വരെയാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണ്. പരീക്ഷാ ഫീസ് വരുന്നത് 300 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്, 150 രൂപയാണ് SC/ST കാറ്റഗറിക്ക്. അടുത്ത ഒഴിവാണ് ഓഫീസ് അറ്റൻഡൻറ്റ്. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. നിലവിൽ 2 ഒഴിവുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശമ്പള സ്കെയിൽ വരുന്നത് 23,000 മുതൽ 50,200 രൂപ വരെയാണ്. 7ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ആവശ്യമാണ്. സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു സ്കിൽ എസെൻഷ്യലിറ്റി അവർ പറയുന്നുണ്ട്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. പരീക്ഷാ ഫീസ് നേരത്തെ പറഞ്ഞ പോലെ ജനറൽ OBC EWS കാറ്റഗറിക്ക് 300 രൂപയും SC/ST കാറ്റഗറിക്ക് 150 രൂപയുമാണ്. അടുത്ത ഒഴിവ് ഗുരുവായൂർ ദേവസ്വത്തിൽ ആയിട്ടുള്ള ഒഴിവാണ്. ഇത് 030/2025 എന്ന കാറ്റഗറി നമ്പറിന് കീഴിൽ വരുന്നു. ശമ്പള സ്കെയിൽ വരുന്നത് 23,000 മുതൽ 50,200 രൂപ വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. മികച്ച ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം എന്നുള്ളൊരു എസെൻഷ്യാലിറ്റി അവർ പറയുന്നുണ്ട്. പരീക്ഷാ ഫീസ് വരുന്നത് 300-150 നിരക്കിലാണ്. 300 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്. പരീക്ഷാ ഫീസ് വരുന്നത് 300 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്, 150 രൂപയാണ് SC/ST കാറ്റഗറിക്കായിട്ട് വരുന്നത്. അടുത്ത ഒഴിവാണ് മെഡിക്കൽ ഓഫീസർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ. 2 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. 029/2025 എന്ന കാറ്റഗറി നമ്പറാണ് വരുന്നത്. ശമ്പള സ്കെയിൽ 55,200 മുതൽ 1,15,300 രൂപ വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BAMS ബിരുദമാണ് ആവശ്യം. 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് തുകയും എന്ന് പറയുന്നത് 1000 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്, 500 രൂപയാണ് SC/ST കാറ്റഗറിക്കായിട്ട് വരുന്നത്. അടുത്ത ഒഴിവാണ് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ EDP തസ്തികയിലേക്ക് 1 ഒഴിവാണ് നിയമിക്കപ്പെടാൻ പോകുന്നത്. കാറ്റഗറി നമ്പർ 027/2025. തസ്തികയുടെ പേര് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ EDP. ശമ്പള സ്കെയിൽ 35,600 മുതൽ 75,400 വരെയാണ്. യോഗ്യത MCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ തത്തുല്യം. ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായി 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. 1 ഒഴിവിലേക്കാണ് നിയമനം നടക്കുന്നത്. പ്രായപരിധി 25 മുതൽ 40 വയസ്സ് വരെയാണ്. പരീക്ഷാ ഫീസ് ആയുർവേദ മെഡിക്കൽ ഓഫീസർക്ക് പറഞ്ഞ അതേ ഫീസാണ്. ജനറൽ EWS OBC കാറ്റഗറിക്ക് 1000 രൂപയും SC/ST കാറ്റഗറിക്ക് 500 രൂപയുമാണ് വരുന്നത്. അടുത്ത ഒഴിവാണ് കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റൻറ്റ്. 1 ഒഴിവിലേക്കാണ് നമുക്ക് നിയമനം നടത്തുന്നത്. കാറ്റഗറി നമ്പർ 026/2025. 27,900 മുതൽ 63,700 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത്. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ DTP എന്നിവ വേണം. ജോലി പരിചയം കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റൻ്റായി 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. സ്കിൽസ് എസെൻഷ്യൽസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലുള്ള പരിജ്ഞാനമാണ്. 20 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ജനറൽ EWS OBC കാറ്റഗറിക്ക് 600 രൂപയും SC/ST കാറ്റഗറിക്ക് 300 രൂപയുമാണ് പരീക്ഷാ ഫീസ് വരുന്നത്. അടുത്ത ഒഴിവാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികയിലേക്കുള്ള 2 ഒഴിവുകൾ. കാറ്റഗറി നമ്പർ 025/2025 ആണ്. ശമ്പള സ്കെയിൽ 26,500 മുതൽ 60,700 രൂപ വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ DTP എന്നിവ ആവശ്യമാണ്. ജോലി പരിചയം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം 2 ആണ്. പ്രായപരിധി 20 മുതൽ 36 വയസ്സ് വരെയാണ്. പരീക്ഷാ ഫീസ് ജനറൽ OBC EWS കാറ്റഗറിക്ക് 600 രൂപയും SC/ST കാറ്റഗറിക്ക് 300 രൂപയുമാണ്. അടുത്ത പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ലൈബ്രറിയൻ ഗ്രേഡ് 1. 1 ഒഴിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 024/2025 ആണ്. ശമ്പള സ്കെയിൽ 31,100 മുതൽ 66,800 രൂപ വരെയാണ്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സംസ്കൃതത്തിലുള്ള ബിരുദം, BLIB SC
അല്ലെങ്കിൽ ലൈബ്രറിയൻഷിപ്പിൽ ഡിപ്ലോമ ആവശ്യമാണ്. പ്രായപരിധി 25 മുതൽ 40 വയസ്സ് വരെയാണ്. പരീക്ഷാ ഫീസ് വരുന്നത് SC STക്ക് 300 രൂപയും OBC ജനറൽ EWS കാറ്റഗറിക്ക് 600 രൂപയുമാണ്. അടുത്ത പോസ്റ്റാണ് ആനച്ചമയ സഹായി. ഇതിലേക്ക് ഒഴിവുകളിലേക്കാണ് നിയമിക്കപ്പെടുന്നത്. കാറ്റഗറി നമ്പർ 023/2025 ശമ്പള സ്കെയിൽ വരുന്നത് 24,400 മുതൽ 55,200 വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. ജോലി പരിചയം ക്ഷേത്രങ്ങളിലെ ആനച്ചമയം, കോലം എന്നിവയുടെ പരിപാലനം, റിപ്പയർ പ്രവൃത്തികൾ 10 വർഷത്തെ പരിചയം ആവശ്യമാണ്. അവരൊരു സ്കിൽ എസെൻഷ്യാലിറ്റി ആയിട്ട് പറയുന്നത് ക്ഷേത്ര ചടങ്ങുകളെക്കുറിച്ചുള്ള അറിവ്, പൂർണ്ണ ആരോഗ്യവാനും ആയിരിക്കണം എന്നുള്ളതാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. പരീക്ഷാ ഫീസും തുകയെന്ന് പറയുന്നത് 300 രൂപയാണ് ജനറലി, അതായത് OBC EWS കാറ്റഗറിക്ക്. SC ST കാറ്റഗറിക്ക് 150 രൂപയാണ് വരുന്നത്. ഇവിടുത്തെ കുറിപ്പായിട്ട് പറയുന്നത് പുരുഷന്മാർ മാത്രം ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചാൽ മതിയാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആയ പോസ്റ്റിലേക്ക് സ്ത്രീകൾ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നുള്ള കുറിപ്പും അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്, സോറി. ഇനി അടുത്തതാണ് വർക്ക് സൂപ്രണ്ട് എന്ന തസ്തിക. 10 ഒഴിവുകളിലേക്കാണ് ഇവിടെ നിയമനം നടക്കുന്നത്. ശമ്പള സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത കേരള സർക്കാർ അംഗീകരിച്ച സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ. നിലവിലുള്ള ഒഴിവ് 10 പ്രായപരിധി 20 മുതൽ 36 വയസ്സ് വരെയാണ്. പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് SC ST കാറ്റഗറിക്ക് 250 രൂപയും ജനറൽ EWS OBC കാറ്റഗറിക്ക് 500 രൂപയുമാണ്. അടുത്ത ഒഴിവാണ് ടീച്ചർ. തിമില വാദ്യ വിദ്യാലയത്തിൽ ഒഴിവിലേക്കാണ് നമുക്കിവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിൽ ശമ്പള സ്കെയിൽ 31,100 മുതൽ 66,800 വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. ബന്ധപ്പെട്ട കലയിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച നിർദ്ദിഷ്ട പഠനം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം ലഭിച്ച സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ്. 20 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 300 രൂപയാണ് ജനറൽ OBC EWS കാറ്റഗറിക്ക്. SC ST കാറ്റഗറിക്ക് 150 രൂപയും. അടുത്ത വേക്കൻസിയാണ് മദ്ദളം ടീച്ചർ. ഒഴിവിലേക്കാണ് നമുക്കിവിടെ വേക്കൻസി വരുന്നത്. നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്കത് പോസ് ചെയ്ത് ഇവിടെ വായിക്കാവുന്നതാണ്. 5 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. പരീക്ഷാ ഫീസും പ്രായപരിധിയും എല്ലാം നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത ഒഴിവ് താളം പ്ലെയർ. ക്ഷേത്രത്തിലേക്കുള്ള താളം പ്ലെയർ ആണ്. ഇവിടെ ശമ്പള സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 രൂപ വരെയാണ്. ഇവിടെയും മലയാളം എഴുതാനും വായിക്കാനുമുള്ള അറിവുണ്ടായിരിക്കണം എന്നുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യതയും താളം പ്ലെയറായിട്ട് 5 വർഷത്തെ പരിചയവും വേണ്ടതാണ്. ഇതൊരു ടെസ്റ്റ് വഴി അവർ വിലയിരുത്തപ്പെടും. ആൻഡ് പ്രായപരിധി വരുന്നത് 20 മുതൽ 36 വയസ്സ് വരെയാണ്. പരീക്ഷാ ഫീസും തുകയും അടയ്ക്കേണ്ടത് 300 രൂപയാണ് ജനറലി. SC ST കാറ്റഗറിക്ക് 150 രൂപയുമാണ് വരുന്നത്. അടുത്തത് ലാമ്പ് ക്ലീനർ തസ്തികയിലേക്ക് 8 ഒഴിവുകളാണുള്ളത്. ലാമ്പ് ക്ലീനർ 8 ഒഴിവുകൾ. ശമ്പള സ്കെയിൽ 23,000 മുതൽ 50,200 വരെയാണ്. 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ആവശ്യമാണ്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 300 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്. 150 രൂപയാണ് SC ST കാറ്റഗറിക്ക് വരുന്നത്. കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശൻ, ഇതാണ് അടുത്ത ഒഴിവ്. ഒഴിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശമ്പളം വരുന്നത് 50,200 മുതൽ 1,05,300 രൂപ വരെയാണ്. 7ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ആവശ്യമാണ്. കേരള കലാമണ്ഡലം, ഹാൻഡിക്രാഫ്റ്റ് ബോർഡ്, സമാന സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള കോപ്പ്, ചമയങ്ങൾ, ചുട്ടി എന്നിവ നിർമ്മിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മോഡലിങ്ങിലും മാസ്ക് നിർമ്മാണത്തിനുമുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അഭികാമ്യം കഥകളി, കൂടിയാട്ടം, തെയ്യം തുടങ്ങിയവയ്ക്ക് കോപ്പുകളും ചമയങ്ങളും നിർമ്മിക്കുന്നതിലുള്ള പ്രവൃത്തി പരിചയം ആണ് ഇവർ അഭികാമ്യമായിട്ട് പറയുന്നത്. ഒഴിവാണ്. 20 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് വരുന്നത് 500 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്. SC ST കാറ്റഗറിക്ക് 250 രൂപ. അടുത്ത ഒഴിവാണ് കലാനിലയം സൂപ്രണ്ട്. ഒഴിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 50,200 മുതൽ 1,05,300 വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ആവശ്യമാണ്. കൃഷ്ണനാട്ടത്തെയും അനുബന്ധ കലകളെയും കുറിച്ചുള്ള സമഗ്രമായ അറിവ്, ശ്രീമദ് ഭാഗവതം, നാരായണീയം തുടങ്ങിയ ഹിന്ദു ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അറിവും ഉണ്ടായിരിക്കുന്നത് ഒരു സ്കിൽ എസെൻഷ്യാലിറ്റി ആയിട്ട് അവർ പറയുന്നുണ്ട്.
25 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് വരുന്നത് 1000 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്. SC/ST കാറ്റഗറിക്ക് 500 രൂപയാണ് വരുന്നത്. അടുത്ത ഒഴിവാണ് കീഴടം ക്ഷേത്രങ്ങളിലെ ശാന്തിക്ക. ഈ തസ്തികയിലേക്ക് 12 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നിയമിക്കപ്പെടുന്നത്. കാറ്റഗറി നമ്പർ 013/2025. ശമ്പള സ്കെയിൽ വരുന്നത് 25,100 മുതൽ 57,900 വരെയാണ്. SLC അല്ലെങ്കിൽ തത്തുല്യം ആവശ്യമാണ്. തന്ത്രവിദ്യാപീഠത്തിൽ നിന്നോ ഏതെങ്കിലും തന്ത്രവിദ്യാലയത്തിൽ നിന്നോ ലഭിച്ച യോഗ്യതാ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. പരിചയം ജോലി പരിചയം എത്രയാണെന്ന് അവർ പറയുന്നുണ്ട്. ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ശാന്തി തസ്തികയിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ആവശ്യമാണ്. 20 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ജനറൽ EWS OBC കാറ്റഗറിക്ക് 300 രൂപയും SC/ST കാറ്റഗറിക്ക് 150 രൂപയുമാണ് പരീക്ഷാ ഫീസായിട്ട് വരുന്നത്. പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നൊരു നോട്ട് അവർ പറയുന്നുണ്ട്. അടുത്ത പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ലൈൻമാൻ. 16 ഒഴിവുകളാണ് നമുക്കുള്ളത്. ശമ്പള സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. SLC, THSLC തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത അവർ പറയുന്നുണ്ട്. തത്തുല്യമായിട്ടുള്ള യോഗ്യതയായാലും മതി. വയർമാൻ, ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം ആവശ്യമാണ്. പ്രായപരിധി 20 മുതൽ 36 വയസ്സ് വരെയാണ്. പരീക്ഷാ ഫീസ് ജനറൽ EWS കാറ്റഗറിക്ക് OBC കാറ്റഗറിക്ക് 400 രൂപയും SC/ST കാറ്റഗറിക്ക് 200 രൂപയുമാണ്. അടുത്ത ഒഴിവാണ് LD ടൈപ്പിസ്റ്റ് തസ്തിക. 2 ഒഴിവുകളിലേക്കാണ് നമുക്ക് ടെസ്റ്റ് വരുന്നത്. ആൻഡ് ശമ്പള സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 രൂപ വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. ടൈപ്പ് റൈറ്റിംഗ് അതായത് മലയാളത്തിൽ ലോവർ ഗ്രേഡ് KGTE അല്ലെങ്കിൽ MGTE ആവശ്യമാണ്. ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷിൽ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യവും ആവശ്യമാണ്. 2 ഒഴിവുകളാണ് പറയുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് 500 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്. SC/ST കാറ്റഗറിക്ക് 250 രൂപയാണ്. അടുത്ത ഒഴിവാണ് വെറ്ററിനറി സർജൻ. 3 ഒഴിവുകളിലേക്കാണ് വരുന്നത്. ശമ്പളം 55,700 മുതൽ 1,15,300 രൂപ വരെയാണ്. യോഗ്യത വെറ്ററിനറി സയൻസിലുള്ള ബിരുദം. വെറ്ററിനറി സർജനായി 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. പരീക്ഷാ ഫീസും എന്ന് പറയുന്നത് 1000 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്. SC/ST കാറ്റഗറിക്ക് 500 രൂപ. അടുത്തത് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. ഈ തസ്തികയിലേക്ക് 2 ഒഴിവുകളാണുള്ളത്. 27,900 മുതൽ 63,700 രൂപ വരെയാണ് നമ്മുടെ ശമ്പള സ്കെയിൽ. വിദ്യാഭ്യാസ യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. സ്റ്റോക്ക്മാൻ പരിശീലന കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. പരീക്ഷാ ഫീസ് വരുന്നത് 300 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്. 150 രൂപയാണ് SC/ST കാറ്റഗറിക്ക്. പ്രായപരിധി 25-നും 40-നും ഇടയിൽ. അടുത്ത തസ്തിക പ്ലംബർ. 6 ഒഴിവുകളാണുള്ളത്. ശമ്പള സ്കെയിൽ വരുന്നത് 25,100 മുതൽ 57,900 വരെയാണ്. SSLC അല്ലെങ്കിൽ തത്തുല്യം. ITI, ITC, പ്ലംബർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ആവശ്യമാണ്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. പരീക്ഷ ഫീസും തുകയും അടയ്ക്കേണ്ട രീതി എന്ന് പറയുന്നത് 300 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്. SC/ST കാറ്റഗറിക്ക് 150 രൂപയാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ്സൈറ്റിലെ പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് റൂം ബോയ് തസ്തിക. അതിലേക്ക് 118 ഒഴിവുകളാണുള്ളത്. നമ്മുടെ ശമ്പള സ്കെയിൽ വരുന്നത് 23,000 മുതൽ 50,700 വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് 300 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക്. 150 രൂപയാണ് SC/ST കാറ്റഗറിക്ക്.
അടുത്ത പോസ്റ്റാണ് ലെഫ്റ്റ് ബോയ്. ഈ തസ്തികയിലേക്ക് 9 ഒഴിവുകളുണ്ട്. ശമ്പള സ്കെയിൽ വരുന്നത് 23,000 മുതൽ 50,200 വരെയാണ്. 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ആവശ്യമാണ്. പ്രായപരിധിയും പരീക്ഷാ ഫീസും റൂം ബോയുടെ അതേ നിരക്കാണ്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. അടുത്ത തസ്തികയാണ് കൗ ബോയ്. 30 ഒഴിവുകളാണുള്ളത്. ശമ്പള സ്കെയിലും പ്രായപരിധിയും പരീക്ഷാ ഫീസും റൂം ബോയ് ലിഫ്റ്റ് ബോയ് അവരുടെ എല്ലാം സെയിം ആണ് വരുന്നത്. പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. അടുത്ത ഒഴിവാണ് ഗാർഡനർ. 1 ഒഴിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശമ്പള സ്കെയിൽ 23,000 മുതൽ 50,200 വരെയാണ്. 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ആവശ്യമാണ്. പൂന്തോട്ട പരിപാലനത്തിൽ 2 വർഷത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 300 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്കുള്ള പരീക്ഷാ ഫീസ്. SC/ST കാറ്റഗറിക്ക് 150 രൂപയും. അടുത്ത ഒഴിവാണ് സാനിറ്റേഷൻ വർക്കർ അല്ലെങ്കിൽ സാനിറ്റേഷൻ വർക്കർ ആയുർവേദ തസ്തിക. 116 ഒഴിവുകളാണുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. 23,000 മുതൽ 50,200 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത്. പരീക്ഷാ ഫീസും തുകയും അടയ്ക്കേണ്ട രീതി 300 രൂപയാണ് SC/ST കാറ്റഗറി അല്ലാത്ത ജനറൽ EWS OBC കാറ്റഗറിക്ക്. SC/ST കാറ്റഗറിക്ക് അത് 150 രൂപയാണ്. നമ്മുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ടാവും. അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. അടുത്ത തസ്തികയാണ് ഹെൽപ്പർ തസ്തിക. 14 ഒഴിവുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് 7ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. വയർമാൻ ട്രേഡിലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ KCBയിലോ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലോ ഏതെങ്കിലും ഇലക്ട്രിക്കൽ സപ്ലൈ സ്ഥാപനത്തിലോ NMR തൊഴിലാളിയായി 6 മാസത്തിൽ കുറയാതെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇവിടെ ഒരു കുറിപ്പ് നൽകിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ മുകളിൽ സൂചിപ്പിച്ച പരിചയ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല. നിയമനത്തിന് ശേഷം 6 മാസത്തേക്ക് അവർക്ക് പരിശീലനം നൽകുന്നതാണ്. അടുത്ത ഒഴിവാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക്. 36 ഒഴിവുകളുണ്ട്. നമുക്കിവിടെ 26,500 മുതൽ 60,700 വരെയാണ് നമ്മുടെ ശമ്പള സ്കെയിൽ വരുന്നത്. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത വേണം. സ്കിൽസ് അല്ലെങ്കിൽ എസെൻഷ്യാലിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 500 രൂപയാണ് ജനറൽ EWS OBC കാറ്റഗറിക്ക് വരുന്ന പരീക്ഷാ ഫീസ്. 250 രൂപയാണ് SC/ST കാറ്റഗറിക്ക് വരുന്ന പരീക്ഷാ ഫീസ്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇത്രയും ഒഴിവുകളാണ് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനെപ്പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഞാൻ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ വഴി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഇത് ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരുപാട് കോൾസിൻ്റെ എൻക്വയറീസ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെ പറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് വിൻഡോ ആണ്. recruitment.kdrb.kerala.gov.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ വെബ്സൈറ്റ് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കവിടെ 1 ടൈം രജിസ്ട്രേഷൻ്റെ ഒരു വിൻഡോ കാണാൻ പറ്റും. അല്ലെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്കത് അവിടെ കാണാൻ പറ്റും. നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് KDRB 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ലോഗിൻ വിൻഡോ വരും. ഇവിടെ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ്റെ ഒരു വിൻഡോ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു വിൻഡോ ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഈ ഒരു വിൻഡോ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ആധാർ നമ്പർ വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ നെയിം ആസ് ഇൻ ആധാർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. ആൻഡ് നമ്മുടെ ആധാർ നമ്പറും കൊടുക്കാം. ഇവിടെ നമ്മളിത് കൊടുത്തു കഴിഞ്ഞ് പ്രൊസീഡ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു രജിസ്ട്രേഷൻ വിൻഡോ വരും. അവിടെ നമ്മൾ നമ്മുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ ആൻഡ് പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളതൊന്ന് ലോഗ് ഔട്ട് ചെയ്ത് നമ്മളൊരു പുതിയ വിൻഡോയിലേക്ക് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് അവിടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ അഡ്രസ് പ്രൂഫ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. സോ ദാറ്റ്സ് ഫോർ ടുഡേ സെഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ സീ യു ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ.